2025 റിലീസായ ഒരു ഇന്തോനേഷ്യൻ സിനിമ. ഞാൻ അതുവരെ കണ്ടിട്ടുള്ള ടൈം ലൂപ്പ് സിനിമകളിൽ വെച്ചിട്ട് ഏറ്റവും മികച്ചു നിന്ന് ഇമോഷണലി കണക്ട് ചെയ്ത റിയലിസ്റ്റിക് അല്ലെങ്കിൽ ഇമോഷണൽ റിയലിസം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആ ഒരു ലെവലിൽ എത്തിച്ചത് ഈ ഒരു സിനിമയാണ്. സിനിമയുടെ പേര് സോറെ എ വൈഫ് ഫ്രം ദ ഫ്യൂച്ചർ. അതോ സോർ എ വൈഫ് ഫ്രം ഫ്യൂച്ചർ ആണോ എന്ന് എനിക്ക് അറിയില്ല, ചെറിയ ഡൗട്ടുണ്ട്. ഈ ഇടയ്ക്കാണ് ഞാനിത് കാണുന്നത്. ഒരു 1.5 മാസം മുമ്പാണ് ഇതെൻ്റെ കണ്ണിൽപ്പെടുന്നത്. ഒരു തമിഴ് എഡിറ്റ് യൂട്യൂബിൽ വന്നത് ജസ്റ്റ് കണ്ടിഷ്ടപ്പെട്ടപ്പോൾ കൊള്ളാം, നല്ല കോൺസെപ്റ്റ്, നല്ല മ്യൂസിക് ബ്ലെൻഡ് ചെയ്ത് അവർ എഡിറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു തമിഴ് സോങ്ങുമായിട്ട് തന്നെ. അപ്പോൾ എനിക്ക് കണ്ടിഷ്ടപ്പെട്ടു. ഞാനത് പോയി ആ ഒരു സിനിമയെ പറ്റി അന്വേഷിച്ചു. അങ്ങനെ കാണുന്നതാണത്. വളരെ യാദൃശികമായിട്ട് കണ്ടതാണ്. ഞാൻ ആ തമിഴ് എഡിറ്റ് ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ എവിടെയെങ്കിലും ലിങ്കിൽ കൊടുത്തു വെക്കാം, നിങ്ങളും കണ്ടു നോക്കണം. അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു എഡിറ്ററാണ് പുള്ളിക്കാരൻ. അപ്പോൾ ഞാൻ അങ്ങനെ ആളുടെ ചാനൽ ഇടയ്ക്കിടയ്ക്ക് കയറി നോക്കുമ്പോൾ നല്ല വീഡിയോസ് ഉണ്ടാവും. ഇതുപോലെ നല്ല സിനിമകൾ ആൾ എഡിറ്റ്സിൽ എടുക്കാറുണ്ട്. അങ്ങനെ കണ്ടതാണ് ഈ ഒരു സിനിമ. വളരെ മികച്ച ഒരു സ്ക്രിപ്റ്റ്, ഡയറക്ഷൻ, സിനിമാറ്റോഗ്രഫി ത്രൂ ഔട്ട് ഈ സിനിമയിൽ, കൊറേഷ്യ എന്ന് പറയുന്ന ഒരു നാട്ടിലാണ് ഇത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ത്രൂ ഔട്ട് ദ സിനിമയിൽ സിനിമാറ്റോഗ്രഫി എക്സലൻ്റ് ആയിട്ട് സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നുണ്ട്. മ്യൂസിക് ആയിക്കോട്ടെ, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിക്കോട്ടെ, ഇന്തോനേഷ്യൻ ഫിലിം ഫെസ്റ്റിവലിൽ ബെസ്റ്റ് ഡയറക്ടർ, ബെസ്റ്റ് ആക്ട്രസ്, ലീഡ് ആക്ട്രസ്, ഒറിജിനൽ സോങ്, അങ്ങനെ അവാർഡുകൾ കണ്ടിന്യൂസ് ആയിട്ട് വാരിക്കൂട്ടിയൊരു സിനിമയാണ്. തിയേറ്ററിൽ അത്യാവശ്യം നല്ലപോലെ ഈ സിനിമ പെർഫോം ചെയ്തിരുന്നു. ടൈം ലൂപ്പ് കോൺസെപ്റ്റ് ഇത്രയും സിമ്പിളായിട്ട്, എന്നാൽ അധികം എന്താ പറയുക, ബോറടിപ്പിക്കാതെ വളരെ ഒരു പ്രസൻറ്റബിൾ ഡ്രാമാറ്റിക് ഫീലിൽ ഇതിൻ്റെ ഡയറക്ടർ ചെയ്തിട്ടുണ്ട്. യാൻഡി ലോറൻസ് അങ്ങനെ അങ്ങാണ്ടാണ് പുള്ളിക്കാരുടെ പേര്. യാൻഡി ലോറൻസ് എന്നാണ് ആളുടെ പേര്. അപ്പോൾ ആളുടെ ഒരു മെയിൻ തീം എന്ന് പറയുന്നത് ഇമോഷണൽ റിയലിസമാണ്. ഈ ഒരു കോൺസെപ്റ്റിലാണ് പുള്ളിക്കാരി സ്ഥിരമായിട്ട് മൂവീസൊക്കെ ചെയ്തു പോകാറുള്ളത്. ആളുടെ വേറൊരു സിനിമയുണ്ട്, ഫോളിങ് ഇൻ ലവ് ലൈക്ക് ഇൻ മൂവീസ് എന്ന് പറഞ്ഞിട്ട്. ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ ഇതുപോലെ തന്നെ നല്ല റിവ്യൂസൊക്കെ വന്നിട്ടുണ്ട്. എപ്പോഴെങ്കിലും കാണുവാണെങ്കിൽ ഞാൻ കണ്ടിട്ട് അതിൻ്റെ റിവ്യൂ പറയാം. സിനിമയുടെ കോൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. ഒരു ഫോട്ടോഗ്രാഫർ, അയാൾ ഒരു ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ അയാളുടെ ബെഡിൻ്റെ സൈഡിൽ ഒരു പെൺകുട്ടി ഇരിക്കുകയാണ്. എന്നിട്ട് ആ പെൺകുട്ടി പറയുകയാണ്, എൻ്റെ പേര് സോറെ, ഞാൻ നിങ്ങളുടെ വൈഫാണ്, ഫ്യൂച്ചറിൽ നിന്നാണ് വരുന്നതെന്ന് പറയാമെന്ന്. സ്വാഭാവികമായിട്ടും ആൾ വിശ്വസിക്കില്ല. കണ്ടിന്യൂസ്ലി അയാളുടെ പുറകെ നടന്ന് ശല്യം ചെയ്ത് 1-2 ദിവസങ്ങൾ പറഞ്ഞ് ഓരോ ഫാക്ട്സ് അയാൾക്കിങ്ങനെ ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന, അയാളുടെ ജീവിതത്തിൽ നെക്സ്റ്റ് ഡേ എന്ന് നടക്കുമെന്ന് പറഞ്ഞു കൊടുക്കുമ്പോഴൊക്കെയാണ് ഒരു വിധത്തിൽ അയാളത് വിശ്വസിക്കുന്നത്. സോ പിന്നീട് അവരുടെ ലൈഫിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ, എന്തിനാണ് ഫ്യൂച്ചറിൽ നിന്ന് ഈ പാസ്റ്റിലേക്ക് വന്നത്, അല്ലെങ്കിൽ എന്താണ് ഇനി അങ്ങോട്ട് നടക്കാൻ പോകുന്നത്, ഫ്യൂച്ചറിനെ എന്തിനാണ് മാറ്റുന്നത്, എങ്ങനെയാണ് പാസ്റ്റിലേക്ക് വന്നത് എന്നുള്ള കോൺസെപ്റ്റുകളൊക്കെയാണ് സിനിമ പറഞ്ഞു പോകുന്നത്. സിനിമാറ്റോഗ്രഫി വൈസ് ഞാൻ പറയാമല്ലോ, എക്സലൻ്റ് വിഷ്വൽസാണ്. നമുക്ക് കണ്ണെടുക്കാതെ കണ്ടിരിക്കാൻ തോന്നുന്ന വിഷ്വൽസാണ്. നല്ല ഒരു എന്താ പറയുക, ഒരു രണ്ടാളുകൾ തമ്മിലുള്ള ഒരു കണക്ഷൻ ഇമോഷണലി നമുക്ക് നല്ലപോലെ ഫീൽ ചെയ്യും. ഒരുപാട് കാര്യങ്ങൾ സിനിമ ഒറ്റ ടേക്കിൽ പറഞ്ഞു പോകുന്നുണ്ട്. നമുക്ക് ഒരു പ്രാവശ്യം ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്കൊന്നും മനസ്സിലായില്ല. കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ മനസ്സിലാവും. ഒരുപാട് ആശയങ്ങൾ സിനിമ പറഞ്ഞു പോകുന്നുണ്ട്. ലൈഫിൽ സെക്കൻഡ് ചാൻസസ് കിട്ടുന്നതിനെ പറ്റിയിട്ട്, അതുപോലെ തന്നെ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് എഫക്റ്റീവായിട്ട് അല്ലെങ്കിൽ വളരെ ഹെൽത്തി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെ പറ്റിയിട്ട്, നമ്മുടെ പേരൻസുമായിട്ട് നമുക്കുള്ള ഒരു റിലേഷൻഷിപ്സിനെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പെർസിസ്റ്റൻസ്, എത്ര തവണ ഇങ്ങനെ തോറ്റുകൊണ്ടേ ഇരുന്നാലും പിന്നെയും അതിലേക്ക് നടന്നെടുക്കാനുള്ള ഒരു പെർസിസ്റ്റൻസിൻ്റെ കാര്യവും സിനിമ പറയുന്നുണ്ട്. ഇതിനകത്ത് ടൈം ലൂപ്പ് ആദ്യത്തെ പ്രാവശ്യം കണ്ടപ്പോൾ ഓക്കെ ആയിരുന്നു. പിന്നെയും ആ ഒരു ടൈം ലൂപ്പ് സീൻ വന്നു, പിന്നെയും ടൈം ലൂപ്പ് വരും. അപ്പോൾ ടൈം ലൂപ്പ് എന്ന് പറയുമ്പോൾ ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് വേറൊരു പോയിന്റിൽ എത്തുമ്പോൾ ഇത് ഫ്രീസ് ആവും. അത് കാരണം എന്താണെന്ന് നിങ്ങൾ സിനിമ കണ്ടു നോക്കുമ്പോൾ പറയാം. കൂടുതൽ അതിനെ തീമിനെ സ്പോയിൽ ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് ഞാനത് പറയാത്തത്. ഒരു പോയിന്റ് എത്തുമ്പോഴത്തേക്കും ഈ പെങ്കൊച്ച് പിന്നെയും സ്റ്റാർട്ടിങ്ങിലേക്ക് പോകേണ്ടി വരും. പിന്നെയും ആ ഒരു ദിവസം, അതായത് ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ഇവനെ കാണുന്നത് തൊട്ട് ആ ഒരു പോയിന്റിൽ നിന്ന് പിന്നെയും ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. സിനിമയിൽ ഇതിങ്ങനെ റിപ്പീറ്റായിട്ട് വരുന്നത് നമ്മൾ കാണുമ്പോൾ നമുക്ക് മടുക്കും.
പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കണം, കണ്ടുകൊണ്ടിരിക്കുന്നവന് മടുക്കുന്നെങ്കിൽ ആ ഒരു കഥാപാത്രം ഇത് എത്ര തവണ റിപ്പീറ്റഡായിട്ട് ഇതിലൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ അവർക്ക് എത്രത്തോളം പെർസിസ്റ്റൻ്റ് ആയിരിക്കും എന്നുള്ളത്. ഒരു പോയിന്റിൽ ഇതൊന്നും വേണ്ട ഉപേക്ഷിച്ച് പോകുന്നുണ്ട്, പക്ഷെ പിന്നീട് തിരിച്ചു വരുന്നുമുണ്ട്. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, ഇതിനകത്ത് വേറൊരു കഥാപാത്രമുണ്ട്. ആ കഥാപാത്രം ഈ പെൺകുട്ടിയോട് പറയുന്നൊരു കാര്യമാണ്, മനുഷ്യന്മാർ മാറും, പക്ഷേ അതൊരു എക്സ്റ്റേണൽ ഫാക്ടർ മൂലമായിരിക്കില്ല. അതായത് പുറത്തു നിന്നൊരു വ്യക്തി സ്വാധീനിച്ച് അയാളെ നിർബന്ധിച്ച് മാറ്റാൻ നോക്കിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. മാറ്റം ഉള്ളിൽ നിന്ന് തന്നെ തോന്നണം. അതായത് ആ ഒരാൾക്ക് ഞാൻ ഇതിൽ നിന്ന് മാറണം, ഇതിൽ നിന്ന് പിന്മാറണം എന്ന തോന്നൽ സ്വയം ഉണ്ടായാലേ അയാൾ മാറുള്ളൂ. അങ്ങനെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ കോൺസെപ്റ്റ്സ് സിനിമ ത്രൂ ഔട്ട് ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ കുറച്ച് സമയം കണ്ടെത്തി ഇതിനുവേണ്ടി മാറ്റി വെച്ച് ഇത് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സിനിമയുടെ ആ ഒരു മാജിക്കൽ എഫക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ കാണുമ്പോൾ ഹെഡ്ഫോൺസ് വെച്ചിട്ട് കാണാൻ ശ്രമിച്ച് നോക്കും നിങ്ങൾ. ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഈ സിനിമയുടെ വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്നുള്ളത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും അത്. സോ നല്ലൊരു സിനിമയാണ്, കാണാൻ ശ്രമിക്കുക. സിനിമ പറയുന്ന കാര്യങ്ങൾ മനസ്സിലേക്ക് എടുക്കുക. കഥയും കഥാപാത്രങ്ങളൊക്കെ ഇരിക്കട്ടെ, കുഴപ്പമില്ല. പക്ഷേ ആ ഒരു ലൈഫിൽ സെക്കൻഡ് ചാൻസസ് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഈ വീഡിയോ കാണുന്ന നിങ്ങളായാലും ശരി, ഞാനായാലും ശരി, പല കാര്യങ്ങളും ഒരു പ്രാവശ്യം കൂടെ, അതായത് ഒരിക്കൽ കൂടി ഒന്ന് മര്യാദയ്ക്ക് അല്ലെങ്കിൽ ചില സ്റ്റെപ്സ് ഒന്ന് ശരിക്കെടുത്ത് വെക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. ആ സെക്കൻഡ് ചാൻസസിൻ്റെ വാല്യൂ എന്താണെന്നുള്ളത് ഈ സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. കാരണം ആ സെക്കൻഡ് ചാൻസ് ഇവിടെ ഒരാൾക്ക് കൊടുക്കുന്നുണ്ട്, പക്ഷേ അയാൾ അതിലേക്ക് എത്താൻ, അയാളത് റിയലൈസ് ചെയ്യാൻ എടുക്കുന്ന താമസമാണ് ഈ സിനിമയുടെ കഥ. ഓക്കെ, അപ്പോൾ കഴിയുന്നതും എല്ലാവരും കണ്ടു നോക്കുക. സിനിമ നിങ്ങൾക്ക് സാറ്റിസ്ഫൈങ് ആയിരിക്കും, നിങ്ങൾക്ക് ലാഗ് അടിക്കില്ല, അത് ഡെഫിനറ്റാണ്. ബാക്കിയെല്ലാം നിങ്ങളുടെ പെർസ്പെക്റ്റീവ്സ് കാര്യങ്ങളൊക്കെയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ പെടാതിരിക്കാം, എന്നാലും കണ്ടു നോക്കിയിട്ട് പറയുക. ഓക്കെ, പിന്നെ ഇതേ സെയിം ഡയറക്ടറുടെ ഞാൻ പറഞ്ഞല്ലോ, ഫോളോയിങ് ഇൻ ലവ് ലൈക്ക് ഇൻ ദ മൂവീസ്, അത് കണ്ടവരുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടെന്ന് പറയുക. ഓക്കെ, അപ്പോൾ ഞാൻ ആ സിനിമ കണ്ടിട്ട് ഒന്നെങ്കിൽ അതിൻ്റെ റിവ്യൂ ആയിട്ട് വരാം, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സിനിമയുടെ റിവ്യൂ ആയിട്ട് വരാം. ഓക്കെ, ടേക്ക് കെയർ ഗൈസ്, ബൈ.